വേണ്ടി വന്ന അതിനും ഈ സക്കറിയെ മടിക്കില്ല. നല്ലോണം കോരിട്ടോ. ഇപ്പൊ കോരിട്ടതേ ഹോട്ടലിലാണെങ്കിൽ പ്ലേറ്റിന് ഒരു 20 റുപ്യ. അതും നമ്മളെ നാട്ടിൻപുറത്തെ ഹോട്ടലില്. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമായിരിക്കും. അലവിക്കുട്ടിയെ, കുഞ്ഞാലിന്റെ വർത്താനത്തില് ഒരു ചോരന്റെ മണുണ്ട്. കുറച്ച് പച്ചക്കറി വാങ്ങി അങ്ങാടി വെച്ച് മറന്നുപോയി. അത് നീ കൊണ്ടുവരാ എന്റെ വലിയപ്പ ചാലപ്പുറത്തെ കുട്ടിരായി പോവാ. ഇവനെ കോടതിയിലൊന്നും ഹാജരാക്കണ്ട. ലോകകപ്പിലിട്ട് ഉരുട്ടി കൊന്നളി. ചോദിക്കാനൊന്നും ആരും വരില്ല. ഇന്ന് മത്തി വേണ്ട, കഷ്ണമ്മേ മതി. ഇപ്പൊ അങ്ങനായോ? ഇതെല്ലാം മുമ്പ് പറഞ്ഞ മത്തിയിലാണ് വിറ്റാമിൻ ഉള്ളതെന്ന്. പിന്നെ ബാപ്പാനോട് ചാടി കളിക്കുന്ന മാതിരി എന്നോട് കളിക്കാൻ നോക്കണ്ട. നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് എന്റെ തീരുമാനം എന്താണെന്ന് അറിയാനാ ഞാനിവിടെ കാത്തിക്കുന്നു. കള്ളും കഞ്ചാവും തോന്നിയാസായിട്ട് നടക്കണ എന്റെ മകനെ ഓന് മരുവനായി പറ്റാത്തോണ്ട് അതല്ലേ സത്യം. തനിക്കൊരു കല്യാണാലോചനയും വന്നതാ. താലികെട്ട് അല്ല നിക്കാഹ്. അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഗംഭീരമാക്കി തരാനാ വിറ്റ് തീർക്കണത് ഞാനാ. വിറ്റ് തീർക്കണത് എനിക്ക് തിന്നാലല്ല. മയ്യത്ത് പോലെ ഒറ്റ കിടക്കണുണ്ട് വീട്ടില് എന്റെ അനിയൻ. ഓന്റെ ചികിത്സക്കാ. നിങ്ങളെ വീട്ടിലൊരു പിടി ചോറ് കരുതി ആ തെറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതല് എനിക്കുള്ള ചോറിന് അരി രണ്ടാന്ന് വീട്ടുകാരോട് പറഞ്ഞേക്ക്. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ഗതിയില്ലാത്ത മൂസപ്പന്റെ മോളെ അന്നെക്കൊണ്ട് കെട്ടിക്കാന് ഇന്നെ കുതിരവട്ടം ഭ്രാന്താശുപത്രിയിൽ ചങ്ങല കെട്ടിട്ടൊന്നുമില്ല. കുശനാനെ കെട്ടിക്ക്. ഓളെ കെട്ടിക്കാനൊന്നും ആയിട്ടില്ല. ഓള് 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. മതിയല്ലോ, 10ാം ക്ലാസ് കെട്ടിക്കാൻ പറ്റിയ ക്ലാസ്. ഞങ്ങളെയൊക്കെ കാര്യത്തില് ജാബറിന്റെ പകുതി പക്വതയെങ്കിലും ഒരു തന്ത എന്ന നിലക്ക് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നാട്ടുകാർ മുമ്പിൽ മാനം കെട്ട് ജീവിക്കില്ല. എങ്ങനെ സാധിച്ചെടുത്തു? ഇനി ഈ പറയുന്ന കല്യാണം മുണ്ടി പോരും. കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്. എങ്കിൽ പറയാം. തറവാട് വീടും സ്ഥലവും വിറ്റ് എനിക്കെന്റെ വിഹിതം കിട്ടും. ഒരു ഓഫീസറെ മരുമാനായിട്ട് കിട്ടിയാലേ ഇനി മൈമൂന നിലത്ത് നിൽക്കൂല. നിങ്ങൾക്ക് നട്ടലില്ലാത്തോണ്ടാ. അല്ലെങ്കിലേ ഈ കല്യാണം മുടക്കുന്നു. ഞാൻ 3 കൊല്ലം അങ്ങോട്ട് തരും. അല്ല പിന്നെ ഞാനെന്താ കല്യാണം മുടക്കണ കോഴ്സും പാസ്സായിട്ട് കുത്തിരിക്കാൻ പെടാ.